നീ എന്നൊരു മുറി ഓഫർ ചെയ്തെങ്കിലും അങ്ങോട്ടേക്ക് മാറണം എന്നൊന്നും ഞാൻ ഓർത്തതല്ല. പക്ഷെ നീ പറഞ്ഞതുപോലെ ശ്വാസം മുട്ടി തുടങ്ങിയിരുന്നു എനിക്ക്. പിന്നെ നിന്നെ കാണുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഹരാസ്മെൻറ്റ്, അതാ കെട്ടിപ്പൂട്ടിങ്ങ് പോകുന്നത്. പിന്നെ ഞാനെന്ന് പറഞ്ഞ കണക്ഷൻ ഉണ്ടല്ലോ, അത് തരുന്നൊരു സേഫ്റ്റി ഒരു ഹോസ്റ്റലും തരില്ല എന്നൊരു തോന്നൽ. പിന്നെ ദയവ് ചെയ്ത് ഒരല്പം വൃത്തിയായിട്ട് ഈ വീട് സൂക്ഷിച്ച വളരെ നല്ലതായിരിക്കും. ഇത് എന്താ ഇത് എല്ലാം വാരി വലിച്ച് നിരത്തിയിട്ട് മതി കൊച്ചു പിള്ളേരെ പോലെ. എന്റെ മാറ്റിയേട്ടാ ഞാൻ ഒരു 100 തവണ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഈ എടുത്തു വെക്കൽ അടിക്കപ്പറക്കലൊന്നും വേണ്ടാന്ന്. അതൊക്കെ ഇരിക്കുന്നിടത്ത് തന്നെ ഇരുന്ന് എന്താ കുഴപ്പം? ഇരിക്കുന്നിടത്ത് ഇരുന്ന് ചേച്ചിക്കൊന്നും പറഞ്ഞോളൂ, എത്ര തവണ പറഞ്ഞിട്ടുള്ള കാര്യം താവാ. 5 ലക്ഷം അതൊക്കെ അവിടെ ഇരിക്കൂലേ? എങ്ങനെ എൻ്റെ കൈ വന്നു? എന്നാ അത് ഇവിടെ ഇരിക്കട്ടെ. അല്ല പിന്നെ അപ്പൊ എങ്ങനെ ആർക്കറിയാം? ആർക്കറിയാം? അപ്പൊ ഇതാണ് നമ്മുടെ മുറി. ഐ മീൻ നിന്റെ മുറി. അമ്മ ഉപയോഗിച്ചിരുന്ന മുറി ആയതുകൊണ്ട് കുറച്ച് വൃത്തിയും എടുപ്പൊക്കെ കാണാൻ സാധ്യതയുണ്ട്. ഈ മുറി മൊത്തം നീയാണല്ലോ. ഫോട്ടോഗ്രാഫ്സ് ആർ ഫ്രെയിംഡ് മെമ്മറീസ്, അമ്മയുടെ ഫിലോസഫി. പിന്നെ ഏറ്റവും എളുപ്പത്തിൽ കിട്ടാവുന്ന സുന്ദരന്മാരായ മോഡൽസ് ഞാനും അപ്പയും ആയതുകൊണ്ട് അമ്മ എടുത്തേക്കുന്ന ഫോട്ടോസ് മുഴുവൻ ഞങ്ങളുടെ. അന്നും നല്ല അലമ്പായിരുന്നല്ലേ? പിന്നെ അങ്ങനെയല്ലേ വേണ്ടത്? അന്നും ഇന്നും എന്നും നല്ല കട്ടക്കൂറയാണ്. പിന്നെ ഇവിടെ ഇതിന് മാത്രം ഫോട്ടോസ് ഉണ്ടായിട്ടും നിന്റെ കണ്ണുടക്കിയത് ഈ ഫോട്ടോയിലാണല്ലേ. നിന്റെ ചാട്ടം എങ്ങോട്ടാണ് നീ മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അയ്യടാ. ആ പിന്നെ നീ എന്തിനാ നേരത്തെ ചേട്ടൻ്റെ അടുത്ത് ഒച്ച വെച്ചേ? അത് കുറച്ച് ഓവറായി പോയിട്ടോ, ശരിയായില്ല. അത് ശരിയായില്ലല്ലേ? എനിക്ക് തോന്നിയത്. സാരമില്ല, 2 ദിവസം കഴിയുമ്പോൾ പുള്ളി വീണ്ടും തന്നെ കാണിക്കും. അപ്പോൾ നമുക്ക് ശരിയാക്കി കൊടുക്കാം. തമാശയാണോ? നല്ല ബോറായിട്ടുണ്ട് കേട്ടോ. പുള്ളി അതൊക്കെ അടുക്കി പറക്കി വെക്കുമായിരുന്നില്ല. എടോ മാഡം നിഹാരിക ബാനർജി, സംഭവം മാറ്റിയിട്ട് നമ്മുടെ മുത്താണ്. പക്ഷേ എൻ്റെ സാധനങ്ങളൊക്കെ അതിൻ്റെതായ സ്ഥാനത്തിരിക്കുന്നതാണ് എനിക്കിഷ്ടം. എങ്ങനെ അതിൻ്റെതായ സ്ഥാനത്തോ? ആ മുറിയിൽ ഒരൊറ്റ സാധനം പോലും നിരജോ ഇരിക്കുന്നത് ഞാൻ കണ്ടില്ല. എല്ലാം വാരി വലിച്ച് അവിടെ ഇവിടെ മലങ്കോലമായിട്ട്. നമ്മുടെ കെമിസ്ട്രിയിൽ കിയോട്ടിക് സിസ്റ്റം എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അതിൻ്റെ പെർഫെക്റ്റ് എക്സാമ്പിൾ ആയിരിക്കും നമ്മൾ വന്നപ്പോൾ കണ്ടാൽ മുറി. ആ കൂമ്പാരത്തിൻ്റെ അകത്തുനിന്ന് ഒരു സാധനം തപ്പി കണ്ടുപിടിക്കണമെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കും? എടോ നിനക്കല്ലേ, എനിക്ക് ഇതാണ് പെർഫെക്റ്റ് സിസ്റ്റം. യുനോ, ഈ അലങ്കോലത്തിനൊക്കെ ഒരു അലങ്കാരമുണ്ട്, എൻ്റെതായ ഒരു ഓർഡറുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ കാര്യം തന്നെ എടുത്തു നോക്കൂ. ആകെ മൊത്തം അൽക്കുൽത്താരി എടുക്കുകയല്ലേ, പക്ഷെ അതിൻ്റെ ഇടയിൽ കൂടെ കാര്യങ്ങളൊക്കെ നല്ല നൈസായിട്ട് നടക്കുന്നുണ്ടല്ലോ. റബ്ബിഷ് നോടക്കാം. അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാവാത്ത കാര്യങ്ങളൊക്കെ റബ്ബിഷ് എന്ന് വിളിക്കല്ലേ വേണം. സി, എന്ത് സാധനവും ഒന്ന് കൈ നീട്ടിയൊക്കെ എടുക്കണം. എല്ലാം കൂടെ അവിടെ അടച്ചു കൂട്ടി വെച്ചാൽ അത് നടക്കില്ല. ഇപ്പം ഈ റൂമിനകത്ത് എന്തെങ്കിലും സാധനം കണ്ടുപിടിക്കാണ്ടെങ്കിലും എനിക്കത് ഭയങ്കര ഈസിയാണ്. എന്തെങ്കിലും വേണം ചോദിച്ചു, ഞാൻ എടുത്തു തരാം. ചോദിക്കും. ടവൽ 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 ദേ ടവൽ. ചീപ്പ് 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 അണ്ടർവെയർ അണ്ടർവെയർ അണ്ടർവെയർ. ഹൈ ആ വെച്ചോ, എടുത്തോ. പെയിന്റ് ബ്രഷ് പെയിന്റ് ബ്രഷ് പെയിന്റ് ബ്രഷ് പെയിന്റ് ബ്രഷ്. സിസേഴ്സ് സിസേഴ്സ് ചെറുതോ വലുതോ? മീഡിയം മീഡിയം മീഡിയം. വാലറ്റ് ഉണ്ടോ? വാലറ്റ് ഉണ്ടല്ലോ. പേന പേന എവിടെ നോക്കിയിട്ട് കാര്യമില്ല, ഞങ്ങളാരും പേന ഉപയോഗിക്കാറില്ല. ഞങ്ങളൊക്കെ പെൻസിലിന്റെ ആൾക്കാരാണ്. അതാവുമ്പോ തെറ്റിയാ മാച്ചിട്ട് വീണ്ടും എഴുതാലോ. അതേ പേന വന്നല്ലോ. മിസ്സസ് ശിവനാഥ് സർ, ദേശാടനമൊക്കെ കഴിഞ്ഞോ? അത് കഴിയുന്നില്ലല്ലോ. നിന്നെ ഒന്ന് കാണാൻ വേണ്ടി ഒന്ന് റൂട്ട് മാറ്റി പിടിച്ചതാ. ആരുടെ ഇത്? പരിചയപ്പെടുത്താം, ഇത് നിഹാരിക. വെറും നിഹാരിക അല്ല, നിഹാരിക ബാനർജി. പിന്നെ ക്ലോസ് ആയെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നിഹാന്ന് വിളിക്കാം. ഇവിടെ യൂണിവേഴ്സിറ്റിയിൽ റിസർച്ചിന് വേണ്ടി വന്നതാ. കുറച്ചാണ് ഇവിടെ ആയിരിക്കും താമസം. അല്ല, എൻ്റെ പേനങ്ങ. അയ്യോ, പരിചയപ്പെടുത്തിയില്ലല്ലോ. ഇത് മിസ്റ്റർ മാർട്ടിൻ. ഞാൻ മാർട്ടിൻ എന്ന് വിളിക്കും. ഇവിടുത്തെ ഓൾ ഇൻ ഓളാണ്. ഈ വീട് മൊത്തം ഭരിക്കുന്ന പുള്ളിയാ. ശബ്ദം കേട്ടില്ലേ? സലോമി ചേച്ചി. സലോമി ചേച്ചിയുടെ ഭാര്യയാണ് മാർട്ടിൻ. അതെ, അല്ല കുഞ്ഞെ, എൻ്റെ ഭർത്താവ്. അതെ, അതാണ്. പിന്നെ ഇത് മിസ്റ്റർ ശിവനാശൻ, ആർട്ടിസ്റ്റ്, ആക്ടിവിസ്റ്റ്, ട്രാവലർ, എന്ത് സീനും പിടിക്കും. എൻ്റെ ഒരു ആശാനാണെന്നോ ചേട്ടനാണെന്നോ സുഹൃത്താണെന്നോ ഒക്കെ പറയാം. പിന്നെ എൻ്റെ പൊന്നു മോളെ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോ പരിപാടികളാണ്.
സലോമേച്ചേ എന്തോ കാപ്പി അറിയല്ലേ? 2 കാപ്പി. എനിക്ക് ചായ മതി. ആ ബെസ്റ്റ്. യവനോട് എന്നെ പൊന്നു മോളെ, ഇത് നോ ചായ സോണാ. ഈ കൂട്ടുകാരന് കാപ്പി മാത്രമേ ഇറങ്ങത്തുള്ളൂ. ദേ ഈ പാവങ്ങള് കട്ടനിടാൻ വേണ്ടിയിട്ട് കൊണ്ടുവച്ചിരിക്കുന്ന ചായപ്പൊടി പോലെ ഇവനെടുത്ത് പള്ളേ കളഞ്ഞു. നിന്റെ ചായ ബോറാണ്. നിങ്ങൾക്ക് ഞാൻ ഒരു കാപ്പി ഇടാം. പുറത്ത് വന്നാ മതി ചേട്ടാ. നമ്മളെ പുറത്ത് കാറ്റുകൊണ്ടിരിക്കും. മോളുടെ വീട്ടുകാരൊക്കെ ബാംഗ്ലൂരാണ്. എത്ര നാളായിട്ട് അറിയാം അവനെ? അധികമായിട്ടില്ല, ഒരു 2-3 ആഴ്ച. ഞാനുൾപ്പെടെ അവൻ്റെ ലൈഫിൽ ചേർത്ത് വെച്ചിരിക്കുന്നവരുടെ എണ്ണം എടുത്താൽ 10 താഴെ കാണത്തുള്ളൂ. അവരെല്ലാം തന്നെ അവൻ്റെ ലൈഫിൽ കൂടിയിട്ട് വർഷങ്ങളായവരാ. അവരുടെ ഇടയിലേക്ക് മോളെ കൂട്ടിക്കൊണ്ട് അവൻ വന്നിരിക്കുന്നത്. പക്ഷേ ഞാനിവിടെ കുറച്ച് ദിവസം ഒരു പേയിങ് ഗസ്റ്റ് പോലെ. പേയിങ് ഗസ്റ്റിനും അപ്പുറത്തേക്ക് മോളെ അവൻ വാല്യൂ ചെയ്യുന്നത് കൊണ്ടാണ് ഇവിടെ കൊണ്ടുവന്നതും ഒരു മുറി തുറന്നു വന്നതും ഒക്കെ. എനിക്കറിയില്ല അവനെ. അതിലൊക്കെ എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. ഇവിടെ ഈ കാണിച്ചു കൂട്ടുന്ന ചിലരുടെ കുറുമ്പുകളൊക്കെ ഉള്ളൂ. മനസ്സുകൊണ്ട് വളരെ വീക്കായിട്ടുള്ള ഒരാളാണ്. കുറച്ച് ദിവസമെങ്കിൽ കുറച്ച് ദിവസം കൂടെ നിൽക്കുമ്പോൾ മോളറിയേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. 2 മരണങ്ങൾ കൊണ്ട് വല്ലാതെ പകച്ചു പോയൊരു മനസ്സാവൻ്റെ. അവന് 10 വയസ്സുള്ളപ്പോൾ അവൻ്റെ അപ്പം മരിച്ചു. അത് കണ്ണിൻ്റെ മുന്നിലായപ്പോൾ വല്ലാതെ പേടിച്ചു പോയി. വലുതാകുമ്പോൾ ആ പേടി മാറുമെന്നൊക്കെ ഓർത്തെങ്കിലും അപ്പോഴേക്കും ഒരിക്കലും മാറ്റാൻ പറ്റാത്തൊരു ഫോബിയായി മാറിക്കഴിഞ്ഞിരുന്നു. മരണമായ ബന്ധമുള്ള എന്തും ചത്ത് കിടക്കുന്ന എറുമ്പ് പോലും ഇന്ന് അവനെ ഡിസ്റ്റർബ് ചെയ്യും. ആ സമയത്ത് അവൻ കാണിക്കുന്നതും പറയുന്നതും ഒക്കെ ഈ കഥകളൊന്നും അറിയാത്ത ഒരാൾക്ക് ഭ്രാന്തായിട്ട് തോന്നും. പിന്നെ അവൻ്റെ അമ്മ, അവർ 2 പേരും മാത്രമായിരുന്നുകൊണ്ട് വല്ലാത്തൊരു അറ്റാച്ച്മെൻ്റ് ആയിരുന്നു അവർ തമ്മിൽ. ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ഒരു അസുഖം വരുന്നു, കഷ്ടിച്ച് 1 മാസത്തെ എക്സ്ട്രീം പെയിൻ. അമ്മ പോയി, അതും അവനടുത്തിരിക്കുമ്പോൾ. ചടങ്ങുകൾക്കൊന്നും അവനില്ലായിരുന്നു. മുറിയടച്ച് ഒരേ ഇരിപ്പ്. പിന്നെ സൈക്കോളജിസ്റ്റുമാരും കൗൺസിലർമാരും മരുന്നുകളും. കുറച്ച് നാളെടുത്തു ഞങ്ങൾക്ക് അവനൊന്ന് തിരിച്ചു കിട്ടാനേ. ഇപ്പൊ അവന് ലൈഫിനോട് വല്ലാത്ത ഭ്രാന്താണ്. അപ്പനെയും അമ്മയും കൊണ്ടുപോയ മരണത്തോട് അവൻ തന്നെ നടത്തുന്ന യുദ്ധം. പക്ഷെ ചില സമയത്ത് അവ അതെല്ലാം മറക്കും. അപ്പോഴാണ് അവ ഒരു പക്ക ആർട്ടിസ്റ്റ് ആവുന്നത്. ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുത്താലും പ്രത്യേകിച്ചൊന്നും സംഭവിക്കില്ലാത്ത കാര്യങ്ങളാണ് നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ കപ്പ് പിടി, കാപ്പി പിടി. കോഫി ഈസ് കഫേൻ, കഫേൻ ഈസ് ക്രിയേറ്റിവിറ്റി എന്ന് ആരാശനെ പറഞ്ഞിട്ടുള്ളത്? നീ തന്നെ. അത് കറക്റ്റാണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്.